My dear Bharatwas Nivasiyo, especially the Kerala people, सबके लिए मेरा प्रणाम. Bharat Mata ki jai. I just come with you some special comments by the American gentleman. It is good or bad എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം മാർക്ക് സൂക്കർബർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുള്ളിയുടെ ഇമ്പോർട്ടൻസ് IT മേഖലയിലും സോഷ്യൽ മീഡിയയിലും എക്സെട്ര എന്തെല്ലാമാണ് പുള്ളിയുടെ പവർ എന്ന് നമുക്കറിയാം. പുള്ളി ഈയിടെ വെച്ച് അമേരിക്കൻ പോഡ്കാസ്റ്റർ ജോ റോഗൻ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ദറ്റ് ഈസ് വൺ ഓഫ് ദ ഫേമസ് പോഡ്കാസ്റ്റിംഗ് യൂണിറ്റ് ഇൻ USA. മില്യൺസ് ഓഫ് പീപ്പിൾസ് വിത്തിൻ മിനിറ്റ്സിൽ കാണുന്ന ഒരു പോഡ്കാസ്റ്റാണ് പുള്ളിയുടെ. നമ്മളത് അംഗീകരിക്കാൻ നോക്കിയില്ല. ദേ ആർ ഡൂയിങ് സച്ച് എ വേ and it's very important to happening in states. People believe in that strongly. അവരുടെ ഈ പോഡ്കാസ്റ്ററുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. അത് ജനമനസ്സുകളിലേക്ക് കടന്നു ചെന്ന് അവരുടെ മനസ്സിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് നല്ലതാണെങ്കിൽ നല്ലത്, പൊട്ടയാണെങ്കിൽ പൊട്ട, അതിനെ ബേസ് ചെയ്ത് അധികാരികൾ, ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ, ഒപ്പോസിഷൻസ്, ജഡ്ജിമാർ വരെ ആ ലെവലിൽ തിങ്ക് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരിലൊരു ചെറിയൊരു കോർണറിൽ ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ പാർട്ടായിട്ട് കിടക്കുന്നു. Now, I come to the point now because he's commented that with the people saying that 2024 ഇന്ത്യയുടെ ഇലക്ഷൻ നടന്നത് ഇസ് നോട്ട് ഫെയർ. NDA ഗവൺമെൻറ് ജയിച്ചിട്ടില്ല, അത് ശരിയല്ല എന്നുള്ള ഒരു അത്തരത്തിലൊരു കമൻ്റാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പുള്ളി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുള്ളി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ വാട്സാപ്പ് എക്സെട്രയുടെ ഒരു അധിപനാണ്. പുള്ളിയെപ്പോലെ ഒരു വ്യക്തി ഇത്തരത്തിലൊരു കമാൻഡ് ഒരുപക്ഷെ സ്ലിപ്പ് ഓഫ് ടങ് എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. എങ്കിലും ഇത്തരം വലിയ ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്ലിപ്പ് ഓഫ് ടങ് വരുമെന്ന് ഞാൻ പേഴ്സണലി കരുതുന്നില്ല. ഇത് എന്തിൻ്റെയൊക്കെ തുടക്കമായിട്ടോ എന്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ചാണക്യതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ. എനിക്ക് ഇന്നത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയാനുള്ളത്, അമേരിക്ക എന്നും അമേരിക്ക തന്നെയാണ്. അവരുടെ പോയിന്റും അവരുടെ പോക്കും നീക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള ആളുകളിൽ നിന്ന് തലയിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ് പറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് +or-640 മില്യൺ ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഇലക്ഷൻ നടന്നിരിക്കുന്നത്. ഇത്ര ഫെയറായി നടന്നിരിക്കുന്ന ഇലക്ഷൻ. ഓക്കെ, ഞാൻ അല്ലാന്ന് പറയുന്നില്ല, ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ അവിടെ കൂടിയുണ്ട്, പല അവസരങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ, 140 കോടി ജനങ്ങളിൽ ചില വിഭാഗക്കാർ, ഇന്നും ചില വിഭാഗക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ലെവലുള്ളവർ തന്നെ ഇന്ത്യക്കെതിരായി സംസാരിക്കുന്ന ഇത്തരം ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ദേ വിൽ ടാക്കിൾ ഇറ്റ്, ഹൗ ദേ വിൽ ഹാൻഡിൽ ഇറ്റ്, ഹൗ ദേ വിൽ പ്രൊവോക്ക് ഇന്ത്യ സച്ച് എ വേ. ഇത്തരത്തിലൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഉദാഹരണത്തിന് ശ്രീലങ്കയോ ബംഗ്ലാദേശിലോ ഒക്കെ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത്. അവിടുത്തെ ഗവൺമെൻറ് അട്ടിമറിക്കത്തക്ക രീതിയിലോട്ട് ഇത് വളർന്നു വന്നു. ഇത് മനസ്സിലാക്കുന്നതിന് ജനങ്ങൾ, ബുദ്ധിപരമായ ജനങ്ങൾ അത് ആ ലെവലിൽ അതിനെ ദീർഘവീക്ഷണത്തോടെ കാണണം എന്നൊരു റിക്വസ്റ്റാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്തരം അധിപന്മാരായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള അമേരിക്കയിലുള്ള വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്, പല രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പം ഇദ്ദേഹം ഒരു കമൻറ്റ് പറഞ്ഞത്, ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളാണ്, അവിടെ ഇൻഫ്ലുവൻഷ്യൽ ആളുകൾ റേഡി, അവിടുത്തെ ഫിലിം സ്റ്റാർസോ ക്രിക്കറ്ററോ അത്തരത്തിലുള്ള ആളുകൾ ഇതിനെപ്പറ്റി ഒന്ന് എണ്ണയും ഓയിലും കൊടുത്തു കഴിയുമ്പോൾ ഇത് വീണ്ടും ആളി കത്തിക്കുകയും അവിടുത്തെ ഗവൺമെൻറ് അട്ടിമറിക്കത്തക്ക രീതിയിലോട്ട് കടന്നു വരികയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലും സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലേക്ക് കടന്നു വരാതിരിക്കാൻ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട റെയിൽവേ മിനിസ്റ്റർ വൈഷ്ണവ് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പറയുന്നത് ശരിയല്ല എന്ന് സ്ട്രോങ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിലും, അത് പക്ഷേ അത് എന്തുകൊണ്ടാണ് വൈഷ്ണവിനെ കൊണ്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അത് പറയിപ്പിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പുള്ളി ആ ലെവലിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ആ കാറ്റഗറിയിൽ ആ ഒരു ലെവലിൽ തട്ടിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണോ, അതോ
വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരും ആ ചാണക്യ ബ്രെയിനിൽ അത്രയും പിന്നിലല്ല എന്നാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ സുക്കർബർഗിനെ പോലുള്ള ആള്, മാർക്ക് സുക്കർബർഗ് ഇത്രയും ഒരു ഔദ്യോഗികമായിട്ട് പുള്ളി പറയുമ്പോൾ, ഇത് പറയുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു ഡയലോഗാണ്. പക്ഷേ എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. പക്ഷെ ഇതിന് വലിയ ദൂരവ്യാപകമായ ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് എല്ലാവരും സഹകരിച്ചാൽ നന്നായിരിക്കും. അതിനെപ്പറ്റി ഡീപ്ലി തിങ്ക് ചെയ്യുന്നതും അതിനെപ്പറ്റി പഠിക്കുന്നതും നന്നായിരിക്കും. അമേരിക്ക തന്നെയാണ്. ദേ ഡോണ്ട് വാണ്ട് എനി അതർ കൺട്രി ടു കം അപ്പ്. അത് കുക്ക് അവർ അതിനെ തകർത്തിരിക്കും, അതിനൊരു സംശയവുമില്ല. അത് ആരായാലും തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഫേസ്ബുക്കില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലേക്ക് എനിക്ക് നേരം കൊടുത്ത വാട്സപ്പ്, ഉറങ്ങിയിരിക്കുന്ന വാട്സപ്പിലൂടെയാണ് എന്ന് പറയുന്ന പോലെയാണ് രാജ്യത്തിന്റെ കിടപ്പ്. ഇൻസ്റ്റാഗ്രാം, മറ്റുള്ള സോഷ്യൽ മീഡിയ. പക്ഷെ ഇതെല്ലാം അമേരിക്കന്റെ കാലും കൈയും പിടിച്ചിട്ടെങ്കിൽ ഇന്നും ഓക്കെ. ഓഫ്കോഴ്സ് ഫേസ്ബുക്കിൽ ഇന്ത്യൻ പാർട്ട്നേഴ്സ് ഉണ്ട്, അവർക്കും മനസ്സിലായിട്ടുണ്ട് ഇന്ത്യൻ പാർട്ട്ണർ ആവശ്യമാണ്, തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് അവരും നടത്തിയിരിക്കുന്നത്. പക്ഷേ ഞാനെന്നും വിശ്വസിക്കുന്നു നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഇന്ത്യക്ക് വേണം എന്ന് വിശ്വസിക്കുന്നു. അതിനായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് വരട്ടെ. അതിലോട്ട് ജനങ്ങളുടെ ബുദ്ധിയും കഴിവും അവരുപയോഗിക്കട്ടെ. ഇന്ത്യ IT മേഖല ഇത്രയും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ വൈ ദേ കാൻ തിങ്ക് അബൌട്ട് സംതിങ് ബിഗർ ദാൻ ഫേസ്ബുക്ക്, വൈ ദേ കാൻ ഡു ദിസ്. ഇവരുടെയൊക്കെ കാലും കൈയും പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ വരുന്നത് വളരെ ബുദ്ധിപരമല്ല, പക്ഷെ അത്ര ഈസിയുമല്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇതിനോട് ബന്ധപ്പെട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാനായിട്ട് നിങ്ങളോട് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്ന് വൺസ് അഗെയിൻ JFK ഹിയർ. താങ്ക്സ്, ബൈ.